Hey guys, welcome back to another vlog. So guys, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കിയ കറൻസ് ഡീസലാണ്. ഡീസൽ 1.5 മാനുവൽ 6 സ്പീഡാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒരു 1.5 ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി. സോ വണ്ടി 6 സ്പീഡാണ്, മാനുവലാണ്. ആൻഡ് വണ്ടിക്ക് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ കറൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള 7 സീറ്റേഴ്സ് MPVകളിൽ അത്യാവശ്യം നല്ല സെയിൽസിൽ തന്നെ പോകുന്നൊരു വണ്ടിയാണ് കറൻസ്. ആൻഡ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ആൻഡ് ഡയറക്റ്റ്ലി കോമ്പീറ്റ് ചെയ്യുന്നത് മാരുതിയുടെ എർട്ടിഗ ആയിട്ടാണ്. ആൻഡ് ഇതൊരു 7 സീറ്റർ MPV ആണ്. ആൻഡ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള 2 MPVകളിൽ ആണ് സുസുക്കിയുടെ എർട്ടിഗയും അതുപോലെ തന്നെ കിയയുടെ കറൻസും. ആൻഡ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയിൽ ചെറിയൊരു ഗ്രിൽ ഏരിയയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ചെറിയൊരു എയർ ഡാം ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ചെറിയൊരു സിൽവർ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് നടുക്കായിട്ട് നമുക്ക് കിയയുടെ ഒരു ലോഗോ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടിയുടെ DRLs കാണാൻ പറ്റും. വൈറ്റ് DRLs ആണ് വണ്ടിക്ക് വരുന്നത്. ആൻഡ് വണ്ടിയിൽ LED ഹെഡ് ലാംപ്സ് ഒന്നുമല്ല, നോർമൽ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് വണ്ടിയിൽ ഫോഗ് ലാംപ്സ് ഒന്നും വരുന്നില്ല. ആംസിന് താഴെയായിട്ട് നമുക്ക് സെൻസേഴ്സ് കാണാൻ പറ്റും. ആൻഡ് ഫ്രണ്ടിൽ 4 സെൻസേഴ്സ് വരുന്നുണ്ട് ടോട്ടലി. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. സോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. CRD നമുക്കിവിടെ ആയിട്ട് സെൻട്രലായിട്ട് CRDയുടെ ബാറ്റിങ് കാണാം. ആൻഡ് വണ്ടി ഈ എഞ്ചിൻ അറൗണ്ട് 114 bhp ആൻഡ് 250 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. ആൻഡ് വണ്ടി അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, ഡീസലാണ് വണ്ടി എഞ്ചിൻ ബേക്ക് കുറച്ച് പൊടിയായിട്ട് കിടക്കണം. വണ്ടി കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ വണ്ടിയുടെ സൈഡ് വ്യൂ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ വരുന്ന സൈഡ് വ്യൂ മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് സൈഡ് വ്യൂ മിറേഴ്സ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ മാത്രമാണ്, ഓട്ടോ ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല. ആൻഡ് വണ്ടിയിൽ 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്, നോർമൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, അലോയ് വീൽസ് ഒന്നുമല്ല. ഇതപ്പോൾ വണ്ടിയുടെ റിയർ സൈഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രലായിട്ട് കിയയുടെ വലിയൊരു ലോഗോ കാണാം. ആൻഡ് വണ്ടിയിൽ കണക്റ്റിംഗ് ടൈൽ ലാംപ്സ് ഒന്നുമല്ല, നോർമൽ ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടൈൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, കുറച്ച് സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ താഴെയായിട്ട് നമുക്ക് കറൻസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ആൻഡ് താഴെയായിട്ട് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. 4 സെൻസേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന പോലത്തെ ഒരു സിൽവർ ഫിനിഷിങ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിൽ റിയർ ഡിഫോക്കേസോ വൈപ്പേഴ്സോ ഒന്നും വരുന്നില്ല. ആൻഡ് വണ്ടിയിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. എനിക്ക് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വണ്ടി ഒരു ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ വണ്ടിയുടെ ഇതിൻ്റെ കറൻസ് ക്ലാവിസ് എന്നും പറഞ്ഞ ഒരു വേരിയൻ്റ് കൂടി ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ചുകൂടി ലക്ഷറി പ്രീമിയം ഡിസൈനിങ് ഒക്കെ കൊടുത്ത ഒരു വേരിയൻ്റ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കറൻസ് ഇത് ഇവർ ഈ എക്സിസ്റ്റിംഗ് വേരിയൻ്റ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് മറ്റേതൂടെ അവർ ലോഞ്ച് ചെയ്ത് വിട്ടേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആൻഡ് സോ വണ്ടിയിൽ ടോട്ടൽ ഒരു 216 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് വണ്ടി 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3rd റോ സീറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ സീറ്റ്സ് ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ടിട്ട് അത്രയും കൂടെ ബൂട്ട് സ്പേസ് നമുക്ക് എക്സ്റ്റെൻഡ് ആക്കിയിട്ടും. സോ നമ്മളിപ്പം ഒരു 5 പേരൊക്കെ ആയിട്ട് ഒക്കുപ്പ് ചെയ്ത് ഒരു 5 പേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു 4 പേരായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് ഇത്രയും കൂടെ നമുക്ക് ബൂട്ട് സ്പേസ് എടുക്കാം, ലഗേജ് സ്പേസ് എടുക്കാം. ആൻഡ് ആയിട്ടൊരു ലാമ്പും വരുന്നുണ്ട്. ആൻഡ് ഇതിനടിയിൽ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജാക്കി ടൂൾസൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് വണ്ടിയുടെ സ്പെയർ വീലിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത് അടിയിലായിട്ടാണ് വണ്ടിയുടെ സ്പെയർ വീൽ പ്ലേസ്മെൻറ്റ് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാം. ഇതാണ് വണ്ടിയുടെ കീ ഫോബ് വരുന്നത്. ഗൈസ്, ഇപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റ് ആൻഡ് നീറ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വണ്ടിയുടെ. സ്റ്റിയറിംഗ് വീലിന് സെൻട്രലായിട്ട് നമുക്ക് കിയയുടെ ഒരു ലോഗോ കാണാം. ആൻഡ് വണ്ടിയിൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാളിൻ്റെ ആൻഡ് മീഡിയ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ MID കൺട്രോൾസ് എല്ലാം വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് വീൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ കൺട്രോൾസ് കാണാൻ പറ്റും. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് കൺട്രോൾസ് കാണാൻ പറ്റും. വണ്ടിയിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല, ഓട്ടോ ഹെഡ് ലാംപ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാം. അതിന് താഴെയിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. അതിനിപ്പുറത്തായിട്ട് നമുക്ക് ഹെഡ് ലൈറ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. ആൻഡ് ഡ്രൈവർ സൈഡ് ഡോർ പാഡിൽ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ട് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി വണ്ടിയുടെ
ഡാഷ് ആൻഡ് ഇൻറ്റീരിയറിലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിനിടയ്ക്കായിട്ട് ചെറിയൊരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിൽ വരുന്നത് ഒരു 8-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് വണ്ടിയിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ താഴെയായിട്ട് നമുക്ക് AC കൺട്രോൾസ് കാണാം. വണ്ടിയിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ ആയിട്ടൊരു 12 volt പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു USB പോർട്ടും ഇവിടെ ആയിട്ടൊരു C-type ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ AC വെൻസ് ഭയങ്കര നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ടോട്ടൽ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനായിട്ട് ബ്ലെൻഡായി പോകുന്ന രീതിയിലാണ്. പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ബാക്കിലായിട്ട് നമുക്ക് വണ്ടിയുടെ ഗിയർ ലിവർ കാണാൻ പറ്റും. വണ്ടിയിൽ വരുന്നത് ഒരു 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് അതിൻ്റെ ബാക്കിലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ആംറസ്റ്റിനകത്തും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനടിയിലും അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫംഗ്ഷൻ ഒന്നുമില്ല, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാം അതിനകത്ത്. പിന്നെ വണ്ടിയിൽ ഓട്ടോ ഡിമ്മിങ് എന്നല്ല മാനുവൽ ഡിമ്മിങ് ഉള്ള ഒരു റിയർ വ്യൂ മിററാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടിയിൽ ഡാഷിൻ്റെ 2 സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ഫ്രണ്ടിൽ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് താഴെയായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീൽസ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടിൽറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം, റീച്ച് കൊടുത്തിട്ടില്ല. ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീൽസ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ടോട്ടലി വണ്ടിയുടെ ഇൻറ്റീരിയർ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. നമുക്കങ്ങനെ ക്രാംഡ് ഫീലൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയിൽ ടോട്ടൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. വണ്ടിയിൽ ഡ്രൈവർ സൈഡ് സീറ്റ്സ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് മാനുവലി നമുക്ക് ഹൈറ്റും ബാക്കിയെല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ ആയിട്ട് നമുക്ക് പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവേഴ്സ് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിവേഴ്സ് വരുന്നത്. ആൻഡ് വണ്ടിയിൽ ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ ഡോർ പോക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡോർ പോക്കറ്റ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു അംബ്രല ഹോൾഡർ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലോട്ട് കയറാം. അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് കോ ഡ്രൈവർ സീറ്റിലും കിട്ടുന്നുണ്ട്. ആൻഡ് സീറ്റ്സൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിനി വണ്ടിയുടെ ഗ്ലൗ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറിയ സ്പേസ് വരുന്നൊരു ഗ്ലൗ ബോക്സാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. സോ ഗൈസ്, അപ്പം നമുക്കിനി വണ്ടിയുടെ റിയർ സൈഡ് സീറ്റിലോട്ട് കയറാം. സോ നമുക്ക് വണ്ടിയുടെ റിയർ സൈഡിലാണെങ്കിലും ഡീസൻറ്റ് ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഞാനിപ്പം ഫ്രണ്ടിൽ കയറിയപ്പോൾ ഈ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ടും നമുക്കിവിടെ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ലെഗ് റൂം ആൻഡ് നീ റൂം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. തൈ സപ്പോർട്ട് കുഴപ്പമില്ല, ഓക്കെ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് 2 ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. C-type ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് താഴെയായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് AC കൺട്രോൾസ് കാണാൻ പറ്റും, ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് AC വെൻസ് വരുന്നത് ടോപ്പിൽ റൂഫിലായിട്ടാണ്. ഇവിടെ 2 AC വെൻസ് വരുന്നുണ്ട്. ആൻഡ് അതിന് നടുക്കായിട്ട് ചെറിയൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിയർ സൈഡിലും 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ റിയറിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ആൻഡ് നമുക്കിവിടെ സെൻട്രൽ ആംറസ്റ്റും വരുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ റിയർ സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. ആൻഡ് നമുക്ക് റിയർ ഡോർസിൽ മാനുവലായിട്ട് ബ്ലൈൻഡ് വരുന്നുണ്ട്. മാനുവൽ ബ്ലൈൻഡ്സ് ആണ്, ഓട്ടോമാറ്റിക് ബ്ലൈൻഡ്സ് ഒന്നുമല്ല. നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ പൊക്കിയിടാം. ആൻഡ് വണ്ടിയുടെ റിയർ സൈഡ് ഡോർ പോക്കറ്റ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡോർ പോക്കറ്റ്സ് ആണ്. ഇവിടെ നിന്നായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിന് അതിനിപ്പുറത്ത് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാം, കപ്പോ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് വണ്ടി ഒരു 7-seater ആണെന്നുള്ളതാണ്. സോ നമുക്ക് ഇനി വണ്ടിയുടെ 3rd row സീറ്റിലോട്ട് കയറാം. 3rd row സീറ്റിലോട്ട് കയറാൻ വേണ്ടി നമുക്ക് സെക്കൻഡ് റോ സീറ്റ് ഫ്ലിപ്പ് ചെയ്യണം. സോ അതിനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ട് നമുക്കത് ഞെക്കി ഫ്ലിപ്പ് ചെയ്യാം. ആൻഡ് നമുക്കിനി വണ്ടിയുടെ 3rd റോയിലോട്ട് കയറാം. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റും. ആൻഡ് വണ്ടിയുടെ 3rd റോയിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഈ സീറ്റ് പൊക്കി വെച്ചാൽ നമുക്ക് കറക്റ്റ് ലെഗ് റൂം അറിയാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ 3rd റോ സീറ്റിൽ നമുക്ക് ലെഗ് റൂം മതി. ഈ ഒരു ലെഗ് റൂമേ കിട്ടുന്നുള്ള, അത്രയ്ക്ക് ലെഗ് റൂമൊന്നും കിട്ടുന്നില്ല. ആൻഡ് എൻ്റെ മുട്ടൊക്കെ ഇവിടെ ഇടിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഞാനിപ്പോൾ ഈ സീറ്റ് ബാക്ക് മാക്സിമം റിക്ലൈൻ ചെയ്തിട്ടേക്കാണ്. ഈ സീറ്റ് നോർമൽ പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഇത്ര റിക്ലൈൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്.
മേ ബി എന്നെക്കാട്ടിലും കുറച്ചുകൂടെ മെലിഞ്ഞ ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഇവിടെ രണ്ട് സൈഡിലും ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ടും നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനിപ്പുറത്തായിട്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. വലിയ സൈസില്ലാത്ത മെലിഞ്ഞ 2 പേർക്കാണെങ്കിൽ കുഴപ്പമില്ലാതെ തേർഡ് റോയിലിരിക്കാം. കുറച്ച് സൈസുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ക്രാംഡ് ആയിരിക്കും, കാരണം ഓൾറെഡി ലെഗ് സ്പേസ് ഭയങ്കര കുറവാണ് തേർഡ് റോയിൽ. ആൻഡ് പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഒരു ലാർജ് ഫാമിലി, ഒരു 7 മെമ്പേഴ്സ് ഫാമിലി, 6 മെമ്പേഴ്സ് ഫാമിലിക്കൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണിത്. വണ്ടിയുടെ തേർഡ് റോയിൽ ടോപ്പിലായിട്ട് 2 AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ തേർഡ് റോയിലും നമുക്ക് സെൻട്രൽ ലാമ്പ് വരുന്നുണ്ട്. ആൻഡ് തേർഡ് റോയിലും സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ ഒരു 6 മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു 7 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിക്ക് പറ്റിയൊരു വണ്ടിയാണ് ഈ വണ്ടി. ആൻഡ് ഇത് ഡയറക്റ്റ്ലി കോമ്പീറ്റ് ചെയ്യുന്ന എർട്ടിഗ ആയിട്ടാണ്. എർട്ടിഗ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി ഫിറ്റ് ആൻഡ് ഫിനിഷ്, കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് ദ ഡീസൽ എഞ്ചിൻ ആൾസോ. സോ മറ്റൊരു വണ്ടി ഈ സെഗ്മെൻറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു വണ്ടിക്കും കിട്ടാത്തതാണ് അത് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡീസൽ ആൻഡ് അഫോർഡബിൾ 7 സീറ്റർ വേണമെങ്കിൽ ഗോ ഫോർ ദ കിയ കറൻസ്. ഗൈസ്, അപ്പം നമുക്കിനി വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കാം. സോ ഗൈസ്, അപ്പം നമുക്ക് വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒരു 1.5 ലിറ്റർ ഡീസലാണ്, 6 സ്പീഡ് മാനുവൽ. ആൻഡ് ഈ എൻജിൻ അറൗണ്ട് 114 bhp ആൻഡ് 250 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ്. ആൻഡ് വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. വണ്ടിയുടെ ഡ്രൈവ് ഫീൽ അടിപൊളിയാണ്. ഭയങ്കര സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഡ്രൈവ് ഫീൽ തരുന്നൊരു വണ്ടിയാണിത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്യൂൽ എക്കണോമിക് വണ്ടി കിട്ടുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ 5th and 6th ഗിയേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു സ്പീഡിൽ തന്നെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാനാണ് അടിപൊളി. ആൻഡ് ആ ഗിയറിൽ നമുക്ക് ഭയങ്കര പെർഫോമൻസ് ഇൻപുട്ടൊന്നും തോന്നിക്കില്ല. ആൻഡ് 6th ഗിയറിലൊക്കെ വണ്ടി ക്രൂസ് ചെയ്ത് പോകാൻ അടിപൊളിയാണ്. സോ ഗൈസ്, അപ്പം നമുക്കിനി വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സോ വണ്ടി ഇപ്പോൾ ഏകദേശം 15,247 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10,000 കിലോമീറ്റർ പുറത്ത് ഓടിയൊരു വണ്ടിയാണ്. ആൻഡ് റീസെൻ്റ്ലി കുറച്ച് ലോങ് ഒക്കെ പോയിട്ട് വന്ന വണ്ടിയാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ പ്രോപ്പർ യൂസർ എക്സ്പീരിയൻസ് യൂസറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സോ വണ്ടി കൊണ്ട് ഇപ്പോൾ ലോങ് ഒക്കെ കുറച്ച് പോയിട്ട് വണ്ടി ഇപ്പോൾ ഇത്ര നാളുകൊണ്ട് യൂസ് ചെയ്യുന്നു. സോ വണ്ടിയുടെ ഒരു ഡ്രൈവ് കംഫർട്ടൊക്കെ എങ്ങനെയുണ്ട് വണ്ടിയുടെ ടോട്ടൽ? വണ്ടി പറ്റി പറയുകയാണെങ്കിൽ ഡീസലാണ്. നമ്മൾ ഡീസലിൻ്റെ മെയിൻ നോക്കി എടുത്തത്. പിന്നെ എൻ്റെ വേറെ റിലേറ്റീവിനും കിയ തന്നെയാണ്, നേരത്തെ കിയ തന്നെയാണ്, സെയിം ക്യാരൻസ് തന്നെയാണ്. ചെറിയൊരു ഫേസ് ലിഫ്റ്റ്, ചെറിയ ഹെഡ്ലൈറ്റ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ബാക്കി കാര്യങ്ങളൊക്കെ സെയിമാണ്. പിന്നെ അതുകൊണ്ട് അതിന് നല്ല മൈലേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഡീസൽ ആയതുകൊണ്ട് നമ്മൾ ഡീസൽ വണ്ടി നോക്കിയെടുത്ത മൈലേജ്, എസ്പെഷ്യലി 7 സീറ്റർ ആണ്. 7 സീറ്റർ ഇത്ര മൈലേജ് എടുത്ത വണ്ടി ഈ റേഞ്ചിൽ വേറെ നോക്കി. ഇത്രയും മൈലേജും അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും നമുക്ക് ഉണ്ട്. പിന്നെ 7 സീറ്റർ നമ്മൾ വണ്ടി നോക്കിയപ്പോഴാണ് ഈ വണ്ടി നമ്മൾ പോയത്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 10-11 കിലോമീറ്റർ ലോങ് ഒക്കെ പോയായിരുന്നു. ഇതിലും അത്യാവശ്യം കുറേ സ്ഥലം ഇപ്പം NH പണിയൊക്കെ കാണുന്ന കുറേ സ്ഥലം ഈ പൊട്ടി പൊളിഞ്ഞ റോഡ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോലും നമുക്ക് ആവറേജ് ഒരു 17 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ആവറേജ് 17 കിട്ടിയിട്ടുണ്ട്. എത്ര 600 കിലോമീറ്റർ പ്ലസ് പോയി? 600 കിലോമീറ്റർ പ്ലസ് പോയപ്പോൾ ആവറേജ് 17 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഏത് പക്ഷേ ഇത് ഇച്ചിരി കാല് കൊടുത്ത് ഓടിച്ചതിന് മൈലേജ് ഡ്രോപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. പിന്നെ നമ്മൾ ഈ സിറ്റിക്കൊക്കെ ഡൗൺ ചെയ്ത് കാല് കൊടുത്ത് ഓടിച്ചതിന് ഭയങ്കര മൈലേജ് ഡ്രോപ്പ്. നല്ലപോലെ ഈ 6th 5th ഇട്ട് ക്രൂസ് ചെയ്ത് വലിയ ആക്സിഡന്റ് ചവിട്ടാതെ മിനിമം റേഞ്ചിൽ പോയാൽ നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ, ഇതോട്ട് ഞാൻ എൻ്റെ മറ്റേ കാര്യൻസ് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് 25 കാണിച്ചിട്ടുണ്ട്. 25 കാണിച്ചിട്ടുണ്ട്. അത് രാത്രി ഒരു 1 മണിയായപ്പോഴായിരുന്നു. വണ്ടി വളരെ കുറവായിരുന്നു. 5th 6th മാത്രം ക്രൂസ് ചെയ്ത് വന്നോണ്ടായിരിക്കാം എനിക്ക് ആ മൈലേജ് കാണിച്ചത്. ഓക്കെ, ഓവറോൾ വണ്ടി നല്ല വണ്ടിയാണ്.
പിന്നെ സ്റ്റിയറിംഗ് അൾട്രാ സ്മൂത്ത് ആണ്, ഭയങ്കര സ്മൂത്ത് ആണ്. സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സർവീസ് കോസ്റ്റ് ആയാലും പോലും വലിയ കുഴപ്പമില്ലാത്ത സർവീസ് കോസ്റ്റ് ഒക്കെ ഉള്ളൂ, വലിയ ഹൈ സർവീസ് കോസ്റ്റ് ഇല്ല. ആണ് വണ്ടി. സോ വണ്ടിയുടെ തേർഡ് റോ ഒക്കെ എങ്ങനെയുണ്ട്? തേർഡ് റോ കംഫർട്ട് ഒക്കെ നിങ്ങൾ ഫുൾ ആയിട്ടല്ലേ വണ്ടി ഇപ്പൊ? തേർഡ് റോ വലിയ കുഴപ്പമില്ലാത്ത കംഫർട്ട് ഉണ്ട്. സീറ്റൊക്കെ നമുക്ക് പുറകോട്ട് നല്ല റിക്ലൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റുക. അത് ഈ സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്ക് നല്ല റിക്ലൈൻ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ചില വണ്ടികൾക്ക് തേർഡ് റോ ചില വണ്ടി റിക്ലൈൻ ചെയ്യാൻ, ചില വണ്ടി ചെറുതായിട്ട് ഇത് നല്ല റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും പുറകത്ത്. നമ്മള് ഇന്നോവ ടയോട്ടയിലോട്ട് പോയാൽ നമുക്ക് മൈലേജ് നോക്കിയായിരുന്നു, നമ്മൾ ടയോട്ട നോക്കിയായിരുന്നു. നമുക്ക് മൈലേജ് ഇഷ്യൂ ഇതിലാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഡെയിലി ഫാമിലി യൂസ് ആണ്, ഡെയിലി ഓട്ടോ ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. സോ നിങ്ങൾക്ക് ഒരു ഡെയിലി ഡ്രൈവിനും അതുപോലെ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ ഫുൾ ഫാമിലി ഓട്ടത്തിനെല്ലാം പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മളിപ്പോ ചെറിയ ഓട്ടം നമുക്ക് ചെറിയ വണ്ടിയാണ്, അപ്പം ഫാമിലി ആയിട്ട് എല്ലാം പോകുമ്പോൾ കൂടുതൽ വണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വണ്ടി ലോങ് ഒക്കെ പോയിട്ട് വണ്ടിയുടെ ഡ്രൈവ് ഫീൽ എങ്ങനെയുണ്ട്? ഫുള്ള് ഒറ്റയ്ക്കല്ലേ ഡ്രൈവ് ചെയ്തത്? ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നമുക്ക് ഞാനിപ്പം ഒറ്റ ടൈം നമ്മളിപ്പം അടുപ്പിച്ചൊരു 300 കിലോമീറ്റർ ഒക്കെ നിർത്താതെ ഇങ്ങനെ വന്നത്. 300 ഒറ്റ സ്ട്രെച്ചിലാണ് ഓടിച്ചത്. സിംഗിൾ സ്ട്രെച്ചിൽ 300 കിലോമീറ്റർ ഓടിച്ചു. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. വലിയ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ മാത്രം നിർത്തിയുള്ളൂ. സ്ട്രെച്ചിൽ പോകും നമ്മള്. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ലായിരുന്നു ഡ്രൈവ് ഒക്കെ. കാരണം സ്റ്റിയറിംഗ് കാര്യങ്ങള് എല്ലാം ഭയങ്കര സ്മൂത്ത് ആണ്, നമുക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ. പിന്നെ നമുക്കിത് വലിയ അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ഓടിക്കുന്ന ഫീൽ വരത്തില്ല. നമുക്ക് ചെറിയൊരു കാർ ഓടിക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ സെൻസർ ഉണ്ട്, അതൊക്കെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫുള്ളി ഒക്കുപൈഡ് ആയിട്ട് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? പെർഫോമൻസ് എനിക്ക് ഫുൾ ലോഡ് കേറുമ്പോ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ ലാഗ്. കാരണം പിന്നെ ഈ ലോഡ് ചെയ്യുമ്പോൾ ചെറിയ കയറ്റമൊക്കെ ഉള്ളപ്പോൾ ഒന്ന് നല്ല ഡൗൺ ചെയ്യേണ്ട ഫീൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എല്ലാ കുഴപ്പമില്ല, നമ്മൾ ഈ ഹൈവേയിലൊക്കെ ഒരു 130-140 ക്രൂസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. സ്റ്റേബിൾ ആണ്, സ്പീഡിലും വണ്ടി സ്റ്റേബിൾ ആണ്. അങ്ങനത്തെ വലിയ വിഷയം തോന്നുന്നില്ല. യൂസിൽ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല. ഇതുവരെ ഓക്കെ ആണ്. നമുക്ക് വണ്ടി എടുത്തപ്പോൾ ചെറിയൊരു മൈലേജ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ അത് കുഴപ്പമില്ല, മാറി ഓക്കെ വരുന്നുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് വേറൊരു ഗിയർ ഉണ്ട്, പക്ഷെ അതിന് നമുക്ക് ഇതിനെക്കാട്ടും മൈലേജ് കിട്ടുന്നുണ്ട്. മറ്റേ വണ്ടി അതിന് നമുക്ക് ഇതിനെക്കാട്ടും അതിന് നല്ല മൈലേജ് വ്യത്യാസമാണ്. അത് ലോക്കൽ ഓടുമ്പോൾ പോലും വണ്ടിക്ക് ഒരു 20 മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിന് നമുക്കൊരു 16 ഒക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത്, 16-15. വണ്ടി കാല് കൊടുത്ത് കഴിയുമ്പോൾ വണ്ടി അത്യാവശ്യം പെട്ടെന്ന് കയറുന്നുണ്ട്. നിങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു മൈലേജ് കിട്ടണമെന്നില്ല. ആൻഡ് നമ്മൾ കുറച്ച് മൈലേജ് ഓറിയന്റഡ് ആയിട്ട് ഡ്രൈവ് ചെയ്താലേ നമുക്ക് പറയുന്ന ഫിഗേഴ്സ് കിട്ടുള്ളൂ. സോ നിങ്ങൾ ഈ സെഗ്മെന്റിൽ ഒരു അത്യാവശ്യം പ്രീമിയം ആൻഡ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു 7 സീറ്റർ അറ്റ് അഫോർഡബിൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കിയയുടെ കാരൻസ്. സോ അത്രയൊക്കെയുള്ള നമ്മുടെ കാരൻസിൻ്റെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.